കഥയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതശരീരമാണെങ്കിൽ കടലിൽ അങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ട്. പക്ഷെ അത് ആരുടെ മൃതശരീരമാണെന്ന് അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. അത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള എമ്മേനെയാണ് കാണിക്കുന്നത്. എമ്മ പുതിയൊരു ഐലൻഡിലോട്ട് കൂട്ടുകാരിയെ കാണാനായിട്ട് വന്നേക്കാണ്. അവളൊരു ടാക്സിയിലാണ് വരുന്നത്. ടാക്സിക്കാരനായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് കമ്പനി ആവുന്നുണ്ട്. അങ്ങനെ ടാക്സിക്കാരൻ അവളുടെ സ്ഥലത്ത് കൊണ്ടിറക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് അവളുടെ ഒരു കൂട്ടുകാരി വരുന്നുണ്ട്. ആ കൂട്ടുകാരിയെ കാണാനായിട്ടാണ് എമ്മ അവളുടെ രാജ്യത്ത് നിന്ന് ഈ ഐലൻഡിലോട്ട് വന്നേക്കുന്നത്. എന്തായാലും ടാക്സിക്കാരനെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കൂട്ടുകാരിയും എമ്മയും കൂടെ കൂട്ടുകാരിയുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇതൊരു റെന്റ് എടുത്തേക്കുന്ന വീടാണ്. കുറച്ചു ദിവസം മാത്രമേ അവർക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റൂ. എന്തായാലും രണ്ടുപേരും കൂടെ മുകളിൽ കയറി വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ വന്നിട്ട് രണ്ടുപേരും കൂടെ കുടിച്ചർമാദിക്കുന്നുണ്ട്. അതുപോലെ എമ്മയാണെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു മാല ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. മുത്ത് പറക്കി വെച്ചേക്കുന്ന ഒരു മാല. അത് കൊടുക്കുന്ന നേരത്ത് അതിൽ നിന്നൊരു മുത്ത് കൊഴിഞ്ഞ് താഴെ പോവാണ്. അവൾ അത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ആര്? എമ്മ വാങ്ങിച്ചതാണ്. പക്ഷെ അതിന്റെ ക്വാളിറ്റി വളരെയധികം കുറവാണ്. കൂട്ടുകാരി അത് കഴുത്തിലിട്ടപ്പോൾ അതിന്റെ മുത്ത് ഇളവി പോകുന്നില്ലേ? പക്ഷെ കൂട്ടുകാരി അതൊന്നും കുഴപ്പമില്ല, നല്ലൊരു ഗിഫ്റ്റ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് സുരക്ഷിതമായിട്ട് വെക്കുകയാണ്. പിന്നീട് എമ്മയാണെങ്കിൽ പോയിട്ട് ഭർത്താവിനെയും അതുപോലെ തന്നെ എമ്മയുടെ മോളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. എമ്മയ്ക്കൊരു മോളും ഭർത്താവും ഉണ്ട്. ഇപ്പൊ എമ്മയാണെങ്കിൽ പാർട്ടിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ആ വിവരങ്ങളൊക്കെ ഭർത്താവിന്റെ അടുത്ത് പറയുകയാണ്. അന്നേരമായിരിക്കും കൂട്ടുകാരി കൂടെ അങ്ങോട്ട് കയറി വന്നേക്കുന്നത്. കൂട്ടുകാരി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. പാർട്ടിക്ക് പോകാൻ പോവല്ലേ. എന്തായാലും ഭർത്താവുമായിട്ടുള്ള വീഡിയോ കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം കൂട്ടുകാരിയും എമ്മയും കൂടെ വീട്ടിന്റെ താഴോട്ടിറങ്ങി വരികയാണ്. അന്നേരമായിരിക്കും ഒരു മനുഷ്യൻ മുകളിലോട്ട് കയറി വരുന്നത്. അയാളാണ് ഈ വീടിന്റെ ഓണർ. ഇവര് വാടകയ്ക്ക് എടുത്തേക്കാണല്ലോ. എന്തായാലും ഓണറിനെ പരിചയപ്പെട്ടതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരു റെസ്റ്റോറന്റിൽ വരുന്നുണ്ട്. അവിടെ വന്നിട്ട് കൂട്ടുകാരിയാണെങ്കിൽ എമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കടയിൽ ഏറ്റവും വില കൂടിയ ഫുഡ് ഐറ്റം തന്നെ വാങ്ങുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്ന നേരത്ത് എമ്മയാണെങ്കിൽ കൂട്ടുകാരിയുടെ അടുത്ത് അവളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട്. എമ്മയുടെ ജീവിതം അത്ര സ്മൂത്ത് ഒന്നും അല്ല. ഭർത്താവുമായിട്ട് നല്ല രീതിക്കൊന്നും അല്ല പോകുന്നത്. ഭർത്താവുമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ഉണ്ട്. എന്നാലും കുറെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് റെഡി ആവുന്നില്ല. അത് കൂട്ടുകാരിയോട് പറയുമ്പോൾ കൂട്ടുകാരി പറയുന്നത്, നീ അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേര്, നല്ല അലിമണി കിട്ടും, അത് വാങ്ങിച്ചുകൊണ്ട് പോയി ജീവിതകാലം മൊത്തം നല്ല രീതിയിൽ ജീവിക്കാന്നാണ്. പക്ഷെ എമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. എമ്മയ്ക്കൊരു മോളുണ്ട്, ഒരു ഭർത്താവുണ്ട്. അപ്പൊ ഈ കുടുംബ ബന്ധം കളഞ്ഞിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. കൂട്ടുകാരി പറയുന്നത് നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ടാണ്, കുടുംബത്തിനെയൊക്കെ കളഞ്ഞിട്ടെ. അതുമല്ല ഭർത്താവിന്റെ നല്ലൊരു തുക തന്നെ വാങ്ങിച്ചെടുക്കാനായിട്ടും പറയുന്നുണ്ട്. ഡിവോഴ്സ് ആവുന്ന സമയത്ത് എന്തായാലും ഒരു തുക കിട്ടുമല്ലോ, അത് വാങ്ങിച്ചെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ എമ്മയ്ക്ക് അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നീട് ഇവർ ഫുഡൊക്കെ കഴിച്ചു തീർക്കുന്നുണ്ട്. ഇതിനുശേഷം കൂട്ടുകാരിയാണെങ്കിലും മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരമായിരിക്കും വെയിറ്റർ ബില്ല് കൊണ്ടുവരുന്നത്. പക്ഷെ കൂട്ടുകാരി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബില്ല് അവള് പേ ചെയ്യാന്ന്. ഇപ്പൊ കൂട്ടുകാരി ഒരാളെ വിളിച്ച് വഴക്ക് പറയുന്നില്ലേ, അല്ലെങ്കിൽ വഴക്ക് കൂടുന്നില്ലേ, അത് കൂട്ടുകാരിയുടെ പഴയ ഭർത്താവാണ്, എക്സ് ഹസ്ബൻഡ് ആണ്. അങ്ങേരാണെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്തു, അതിന് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പഴയ ഭർത്താവിന്റെ കാർഡ് വെച്ചിട്ടായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആ കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ അതുകൊണ്ട് തന്നെ പഴയ ഭർത്താവിനെ വിളിച്ച് ചീത്ത പറയാണ്. പഴയ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തുക തന്നെ കിട്ടും. അപ്പൊ ആ തുക വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പൊ ഭർത്താവാണെങ്കിൽ കാർഡ് ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്തായാലും കൂട്ടുകാരിയാണെങ്കിൽ എമ്മയോട് വന്ന് കാര്യം പറയുന്നുണ്ട്. തൽക്കാലത്തേക്ക് എമ്മ പൈസ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല. കൂട്ടുകാരിയുടെ തൽക്കാലത്തേക്ക് പൈസയുണ്ട്, അതുകൊണ്ട് തന്നെ കൂട്ടുകാരി കൊടുക്കുക എന്ന് പറയും. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആദ്യം കണ്ട ടാക്സിക്കാരനെ വിളിക്കുന്നുണ്ട്. ആ ടാക്സിക്കാരനുമായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബാറിൽ പോവാണ്. രണ്ടുപേരും എന്തായാലും ഒറ്റയ്ക്ക് വന്നേലേ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് അർമാദിക്കാനായിട്ടാണ് പ്ലാൻ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ബാറിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിച്ചു കുടിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാൾക്കാരെ, അതായത് രണ്ട് പുരുഷന്മാരെ പരിചയപ്പെടുന്നുണ്ട്. ആര്? എമയും അതുപോലെ തന്നെ കൂട്ടുകാരിയും. അപ്പൊ ഈ ബാറിലുള്ള പയ്യന്മാരാണെങ്കിൽ എമയോട് ഫ്ലർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എമയാണെങ്കിൽ അവളുടെ ഫോണിലുള്ള അവളുടെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അത് കാണുമ്പോൾ അവന്മാർക്ക് ചെറിയ രീതിയിൽ അവളോട് താല്പര്യം കുറയുന്നുണ്ട്. കാരണം ഒരു കുട്ടിയുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കൂട്ടുകാരിയാണെങ്കിൽ എമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ വിവാഹ ജീവിതം ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ, ഒറ്റ രാത്രി മതി, ഒറ്റ രാത്രി അടിപൊളിയാക്കിയാൽ മതി, ഇതിൽ ആരെയാന്ന് വെച്ചാൽ നീ എടുത്തോ, നിങ്ങൾക്ക് റൂമിൽ പോവാന്ന്. അതായത് ഈ കൂട്ടുകാരി അവളുടെ വിവാഹ ജീവിതം തകർക്കാനായിട്ട് നോക്കുകയാണ്. അല്ലെങ്കിൽ അവൾക്ക് വേറെന്തോ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഇതൊന്നും അത്ര ശരിയല്ല, ഇത് എമ്മയ്ക്ക് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ കൂട്ടുകാരിയാണെങ്കിൽ സമ്മതിക്കത്തില്ല. നമുക്ക് അടിച്ചു പൊളിക്കാം, ഒറ്റ ജീവിതമേ ഉള്ളൂ, നിന്റെ ഭർത്താവ് അത്ര നല്ല ആളൊന്നും അല്ലെന്നാണ് ഈ കൂട്ടുകാരി പറയുന്നത്. പക്ഷേ എമ്മയാണെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അവൾക്ക് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് പോകുന്നതിൽ വലിയ താല്പര്യമില്ല. ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. എന്നാലും നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കുടിച്ചിട്ട് എന്തോ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് നമ്മളെ കാണിക്കുന്നില്ല. കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ആവുമ്പോൾ അവൾ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. അതും അവര് റെന്റ് എടുത്ത റൂമിലാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റേക്കുന്നത്. കഴിഞ്ഞ ദിവസം അവര് താമസിച്ചില്ലേ ആ വീട്ടിൽ തന്നെ. അവൾക്കിപ്പോ നല്ല രീതിയിൽ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാത്റൂമിൽ വന്ന് ഛർദ്ദിക്കുകയാണ്. അതിനുശേഷം അവൾ ആ വീട്ടിലെല്ലാം തിരഞ്ഞു നടക്കും. ആരെ? അവളുടെ കൂട്ടുകാരീനെ. എന്നാൽ അവിടെ എല്ലാം തപ്പി നോക്കിയിട്ടും കൂട്ടുകാരീനെ കിട്ടുന്നില്ല. കൂട്ടുകാരി ആ വീട്ടിലൊന്നും ഇല്ല. അവൾ എവിടെ പോയെന്നും എമ്മയ്ക്ക് അറിയത്തില്ല. വീണ്ടും അവൾ വീടെല്ലാം നോക്കുമ്പോഴേക്കും ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ബ്ലഡ് കിടപ്പുണ്ട്. എന്തോ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രാത്രി. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അന്നേരമായിരിക്കും ഭർത്താവ്
വിളിക്കുന്നത്. ഭർത്താവിനോട് ഈ യമ കാര്യം പറയും, ഇതണക്ക് കൂട്ടുകാരിനെ കാണാനില്ല, അവൾ എവിടെ പോയെന്ന് അറിയാൻ പാടില്ല എന്ന്. പക്ഷെ ഭർത്താവ് പറയുന്നത് കൂട്ടുകാരിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്ക് കാണാതെ പോകും, അതുകൊണ്ട് തന്നെ അത് വലിയ കാര്യമാക്കി എടുക്കണ്ട, നീ ഇങ്ങ് തിരിച്ചു വരാനായിട്ട് പറയും. പക്ഷെ യമയാണെങ്കിൽ എന്തോ ഒരു സംശയപ്പെട്ട് ഭർത്താവിനോട് പറയുന്നുണ്ട്, അവൾ അങ്ങനെ പോയതല്ല, അവൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, അതോ അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, ഞാനൊന്ന് അന്വേഷിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് ആ വീടിന്റെ ഓണറിനെ വന്ന് കാണുന്നുണ്ട്. ഓണറിനോട് ചോദിക്കും കൂട്ടുകാരിനെ കണ്ടോന്ന്. പക്ഷെ ഓണർ കണ്ടിട്ടില്ല. പിന്നെ ഓണർ വേറൊരു കാര്യം പറയുന്നുണ്ട്, കഴിഞ്ഞ രാത്രി യമയാണെങ്കിൽ നല്ല രീതിയിൽ കുടിച്ചിട്ടാണ് 2 ആൺപിള്ളേരെയും കൊണ്ട് റൂമിലോട്ട് പോയത്, അതുകൊണ്ട് തന്നെ അതിന് ഫൈൻ അടക്കേണ്ടി വരും. ഓണറിന്റെ വീട്ടില് അങ്ങനെ കുടിച്ചിട്ടൊന്നും വരാനായിട്ട് പാടില്ല, അതുപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാര് പരിചയമില്ലാത്ത ആൾക്കാരെ വീട്ടിൽ കയറ്റാനും പാടില്ല, എന്നാൽ അങ്ങനെ കയറ്റിയത് കൊണ്ട് തന്നെ ഫൈൻ അടയ്ക്കാൻ പറയുന്നുണ്ട്. അതും കേട്ടിട്ട് അവള് തിരിച്ച് റൂമിൽ വരികയാണ്. എമയ്ക്കൊരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ രാത്രി അവള് 2 ആണുങ്ങളെയും കൊണ്ടിട്ടാണ് റൂമിൽ വന്നത്. അപ്പൊ കഴിഞ്ഞ രാത്രി എന്തോ നടന്നിട്ടുണ്ട്, എന്തായാലും കൂട്ടുകാരിനെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവള് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നോക്കും. എന്നാൽ അവിടുത്തെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോധവും ഇല്ല, അതുകൊണ്ട് തന്നെ കൂട്ടുകാരി ഇവിടെ എവിടെയെങ്കിലും കുടിച്ച് കിടപ്പുണ്ടായിരിക്കും എന്നാണ് ആ പോലീസ് ഓഫീസർ പറയുന്നത്. ഇനിയിപ്പോ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കൂട്ടുകാരിനെ കണ്ടില്ലെങ്കിൽ ഇവിടെ വന്ന് കംപ്ലൈന്റ് കൊടുത്തോളാൻ പറയും. ഈ പോലീസ് ഓഫീസറിന് വലിയ സീരിയസ്നെസ് ഒന്നുമില്ല, ഇയാൾ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. പിന്നീട് എമയാണെങ്കിൽ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തോട്ടിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ടാക്സി ഡ്രൈവറിനെ വിളിക്കുകയാണ്. അവൾക്ക് അയാളുടെ നമ്പർ കയ്യിലുണ്ടായിരുന്നു, അങ്ങനെ വിളിക്കുമ്പോൾ അവൻ വരുന്നുണ്ട്. ഇതിനുശേഷം അവള് ടാക്സി ഡ്രൈവറിന്റെ അടുത്ത് കഴിഞ്ഞ രാത്രി പോയ ബാറിൽ ചെല്ലാനായിട്ട് പറയും. അങ്ങനെ ആ ഒരു പബ്ബിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അവള് കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സഹായം വേണമെന്ന്. പക്ഷെ ഇവളാണെങ്കിൽ സഹായം വേണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് അവളാണെങ്കിൽ ബാറിൽ കയറി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് ചോദിക്കുകയാണ് എന്റെ കൂട്ടുകാരിനെ കണ്ടോന്ന്. പക്ഷേ ബാറിലുള്ള വെയിറ്റർ ആണെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. അന്നേരമായിരിക്കും ടാക്സി ഡ്രൈവർ അകത്തോട്ട് കയറി വരുന്നത്. അയാൾക്ക് അവള് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴേ കാര്യം മനസ്സിലായി, കൂട്ടുകാരിനെ കാണാനില്ലാന്ന്. കഴിഞ്ഞ രാത്രി രണ്ടുപേരും നല്ല പൂസായിരുന്നല്ലോ. എന്തായാലും ഇപ്പൊ ഇയാള് വന്നിട്ടാണെങ്കിൽ ആ വെയിറ്ററിനോട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതും വേറെ ഏതോ സിറിയൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തോ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ വെയിറ്റർ ആണെങ്കിൽ എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാക്സി ഡ്രൈവർ എമ്മനെ വിളിച്ച് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് എമ്മയോട് കാര്യം പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ രാത്രി ഇവരുടെ കൂടെയുള്ള 2 ആണുങ്ങളില്ലേ, അല്ലെങ്കിൽ ആ പുരുഷന്മാരില്ലേ, അവരെ ആൾക്കാർ വാടകയ്ക്ക് എടുക്കാറുണ്ട്. മിക്കപ്പോഴും പെൺപിള്ളേരാണ് അവരെ വാടകയ്ക്ക് എടുക്കാറ്. എന്തിനാണ്? ശാരീരികമായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് അവരെ വാടകയ്ക്ക് എടുക്കുന്നത്. അപ്പോ അവരെ ആരോ വാടകയ്ക്ക് എടുത്തതാണ്, ഒന്നെങ്കിൽ എമ്മ അല്ലെങ്കിൽ കൂട്ടുകാരി. എമ്മ ചിന്തിച്ച് നോക്കുമ്പോൾ കൂട്ടുകാരിയാണ് എമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ 2 പുരുഷന്മാരെ വാടകയ്ക്ക് എടുത്തത്. അതിപ്പോ എങ്ങനെ മനസ്സിലായെന്നല്ലേ, ആ വെയിറ്റർ പറഞ്ഞു കൊടുത്തതാണ്. കാരണം ആ 2 പുരുഷന്മാര് പല പെൺപിള്ളാരെയും കൊണ്ട് ഈ ഒരു ബാറിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യം അറിയാം. ഇപ്പൊ എമ്മയ്ക്ക് മൊത്തത്തിൽ സംശയമാവുന്നത് അവന്മാരെയാണ്. അവന്മാര് കൂട്ടുകാരിനെ വല്ലതും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൂട്ടുകാരി കാണാതെ പോയത് അവന്മാർക്ക് അറിയാമോ എന്നാണ് അവളുടെ സംശയം. പിന്നീട് അവള് വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് ഭർത്താവിനെ വിളിക്കുകയാണ്. ഭർത്താവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഇത് കണക്ക് കൂട്ടുകാരിനെ കാണാനില്ല, ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്ന്. ഭർത്താവ് അവളോട് പറയുന്നുണ്ട് കൂട്ടുകാരിനെ നോക്കാനും നിൽക്കണ്ട, തിരിച്ചു വരാനായിട്ട്. പക്ഷെ അവള് കേൾക്കത്തില്ല. അവൾ എന്തായാലും കൂട്ടുകാരിനെ കണ്ടുപിടിച്ചിട്ടേ വരത്തുള്ളെന്നാണ് അവള് പറയുന്നത്. അന്നത്തെ രാത്രി അവള് കിടന്നുറങ്ങാണ്. പിറ്റേന്ന് തന്നെ അവള് കൂട്ടുകാരിനെ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഫോൺ എടുത്ത് നോക്കാണ്. ഫോൺ എടുത്ത് ചുമ്മാ ഇൻസ്റ്റഗ്രാം നോക്കുമ്പോൾ ഇവരുടെ കൂടെ ബാറിലുണ്ടായിരുന്ന അവന്മാരുടെ ഫോട്ടോ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അവന്മാരുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളിത് കണ്ടുപിടിച്ചിട്ട് ടാക്സി ഡ്രൈവറിനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളോട് കാര്യം പറയും, ഇതണക്ക് ഞാൻ അവന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഇതിനുശേഷം ടാക്സി ഡ്രൈവറും അതുപോലെ തന്നെ എമ്മയും കൂടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറിന് നേരത്തെ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവന്മാരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ടാക്സി ഡ്രൈവർ അവന്മാരെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവന്മാര് ഈ ഒരു സ്ഥലത്തോട്ട് വരും. അവന്മാരെ പിടിക്കാനായിട്ട് എമ്മയും ടാക്സി ഡ്രൈവറും കൂടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന നേരത്ത് ടാക്സി ഡ്രൈവർ എമ്മയോട് പറയും, എന്റെ ഭാര്യയും നിങ്ങളെ പോലെയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരെയും വിശ്വസിക്കുമെന്ന്. കാരണം എമ്മ ഈ ടാക്സി ഡ്രൈവറിനെ വിശ്വസിച്ചല്ലോ. അപ്പൊ എമ്മ ചോദിക്കും നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടാണെന്ന്. അപ്പൊ ഈ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട് ഒരു യുദ്ധത്തില് ഭാര്യ മരണപ്പെട്ടു പോയെന്ന്. കാരണം ഭാര്യ ഒരു നേഴ്സായിരുന്നു. സിറിയയിൽ എന്തോ ബോംബ് പൊട്ടിയപ്പോൾ ആ ഒരു ബോംബ് പൊട്ടിയ ഹോസ്പിറ്റലിൽ വെച്ച് ഭാര്യ മരണപ്പെട്ടു പോയി. ഇത് പറഞ്ഞിട്ട് അയാൾ വിഷമിക്കുകയാണ്. പക്ഷെ നമ്മുടെ എമ്മയാണെങ്കിൽ സമാധാനപ്പെടുത്തും. ഇത് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴായിരിക്കും അവന്മാരങ്ങോട്ട് വരുന്നത്. അതായത് വാടകയ്ക്ക് എടുക്കുന്നവന്മാരില്ലേ, അവന്മാരങ്ങോട്ട് വരും. അവന്മാര് വന്ന് ഇവരെ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ എമ്മേനെ കാണുന്നത്. എമ്മേനെ കണ്ടത് ഇവന്മാർ പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ എമ്മയും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറും വെറുതെ വിടത്തില്ല, ഇവന്മാരുടെ പിന്നാലെ ഓടുകയാണ്. പക്ഷെ ഇവന്മാർ രണ്ടുപേരും 2 വഴിക്ക് ഓടും. എന്നാലും ടാക്സി ഡ്രൈവർ വെറുതെ വിടത്തില്ല, ഒരുത്തന്റെ പിന്നാലെ ഓടുകയാണ്. അതുപോലെ എമ്മയും പിന്നാലെ ചെല്ലും. അതിൽ ഒരുത്തനെയാണെങ്കിൽ എങ്ങനെയൊക്കെ ഓട്ടിച്ച് ചവിട്ടി താഴെ ഇടുന്നുണ്ട്. അവനെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യാണ്. താഴെ ഒരു കൊക്കയുണ്ട്, ആ കൊക്കയിൽ നിന്ന് താഴെ ഇടുമെന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാരെ പേടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കുന്നത്. അപ്പൊ അവൻ സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് തുടങ്ങും. അവൻ കൂട്ടുകാരിനെ ഒന്നും ചെയ്തില്ല, കൂട്ടുകാരി എവിടെ പോയെന്നും അറിയത്തില്ല. പക്ഷേ ഇവരൊരു തെറ്റ് ചെയ്തു. അന്ന് രാത്രി കൂട്ടുകാരി അറിയാതെ കൂട്ടുകാരിയുടെ വില കൂടിയ ഒരു ബാഗ് ആണെങ്കിൽ ഇവന്മാർ അടിച്ചു മാറ്റിയിട്ട് ഓടിപ്പോയി.
അത് മാത്രമേ എമ്മമാർക്ക് അറിയത്തുള്ളൂ. എങ്ങനെയെങ്കിലും ആ ബാഗ് തിരിച്ചെടുത്തുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ ബാഗ് കൊടുത്ത കട പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവന് ടാക്സി ഡ്രൈവർ വെറുതെ വിടുകയാണ്. പിന്നീട് എമയും അതുപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവറും കൂടെ മറ്റേ കള്ളൻ ബാഗ് കൊണ്ട് വിറ്റ് കടയിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ആ ബാഗും അതുപോലെ തന്നെ എമയുടെ കൂട്ടുകാരിയുടെ ഫോണും വാങ്ങിയെടുക്കുന്നുണ്ട്. അത് രണ്ടും എമ്മമാർ അടിച്ചുകൊണ്ട് പോയി വിറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ രണ്ട് സാധനങ്ങളാണെങ്കിൽ എമ്മ വാങ്ങിച്ചിട്ട് ടാക്സി ഡ്രൈവർ ഒത്ത് അവിടെ നിന്ന് നടന്ന് മാറിപ്പോവാണ്. ഇതിനുശേഷം എമയും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറും കൂടെ പോലീസ് സ്റ്റേഷന്റെ പുറത്ത് വരുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ടാക്സി ഡ്രൈവർ ആണെങ്കിൽ പ്രത്യേക എമയോട് പറയുന്നുണ്ട്, ഇങ്ങനൊരു ടാക്സി ഡ്രൈവർ ഉണ്ട്, എമയെ സഹായിച്ചെന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുവാണെങ്കിൽ തന്നെ ഈ ടാക്സി ഡ്രൈവറിന് നേരെ ചൊവ്വേ വിസയൊന്നുമില്ല, ഇങ്ങനെ ഇവിടെ അനധികൃതമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പോലീസുകാർ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ ഇയാളെ തിരിച്ച് രാജ്യത്തിലോട്ട് പറഞ്ഞുവിടും, ഇയാളുടെ രാജ്യത്തിലോട്ട് പറഞ്ഞുവിടും. അതുകൊണ്ട് തന്നെ എമയോട് പ്രത്യേകം പറയുന്നുണ്ട് പോലീസുകാരോട് ഇയാളെ പറ്റി പറയാൻ പാടില്ല എന്ന്. എന്തായാലും അവൾ പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വരാണ്. അവിടെ തന്നെ ഒരു ലേഡി ഉണ്ട്, ഒരു ലേഡി ഓഫീസർ. നേരത്തെ പോലെ മറ്റേ ആ ഒരു ഓഫീസർ അല്ല, അതായത് എന്ത് പറഞ്ഞാലും അവർ കാണാതെ പോയിട്ടില്ല, 24 മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും എന്ന് പറയുന്ന ഓഫീസർ അല്ല, ഇതൊരു ലേഡി ഓഫീസറാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കൂട്ടുകാരിനെ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വന്ന് കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പൊ കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങൾ ഈ ഒരു പോലീസ് ഓഫീസർ ചോദിക്കും, അതായത് ലേഡി പോലീസ് ഓഫീസർ എമയോട് ചോദിക്കും. എന്നാൽ എമയ്ക്ക് യാതൊരു ബോധവുമില്ല. എമയോട് ചോദിക്കും, നിങ്ങൾ ഡ്രഗ് വല്ല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. പക്ഷേ എമ ഡ്രഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ പോലീസ് ഓഫീസറിന് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ ഓർമ്മയില്ലാതിരിക്കണമെങ്കിൽ അവൾ എന്തായാലും ഡ്രഗ് ഉപയോഗിച്ച് കാണണമല്ലോ. അതുകൊണ്ട് തന്നെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് എടുക്കുകയാണ്. പിന്നീട് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തു വരുന്നുണ്ട്. അവിടെ വന്നിട്ട് കൂട്ടുകാരിയുടെ എക്സ് ഹസ്ബൻഡിനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കും, കൂട്ടുകാരി കാണാതെ പോയിട്ടുണ്ട്, കൂട്ടുകാരിനെ കാണാതെ പോയ അന്ന് കൂട്ടുകാരി നിങ്ങളെ ഫോൺ വിളിച്ചില്ലായിരുന്നോ, എന്തോ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് പറയുന്നത്, എക്സ് ഹസ്ബൻഡ് പറയുന്നത് കൂട്ടുകാരി അയാളെ വിളിച്ചിട്ടില്ലെന്നാണ്. അതുപോലെ തന്നെ ഈ കൂട്ടുകാരിയും അതുപോലെ തന്നെ പഴയ ഭർത്താവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയതാണ്. അതുകൊണ്ട് തന്നെ കണക്ഷൻ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറില്ല. ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് അവളുടെ ഇല്ല. ഇപ്പൊ ഇതെന്താ സംഭവം എന്ന് എമയ്ക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ കൂട്ടുകാരി നേരത്തെ ആരെയാണ് വിളിച്ച് വഴക്ക് കൂടിയത്? അന്ന് കടയിൽ വെച്ച് ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആക്കിയെന്ന് പറഞ്ഞ് വഴക്ക് കൂടിയില്ലേ, അത് ആരുമായിട്ടാണ്? പഴയ ഭർത്താവായിട്ടല്ലെങ്കിൽ അത് ആരായിട്ടാണ്? ഇതോടാകുമ്പോ എമയ്ക്ക് നല്ല സംശയമാവുന്നുണ്ട്. ഇതിനുശേഷം എമ വീട്ടിൽ വരികയാണ്. വീട്ടിൽ വരുമ്പോ വീടിന്റെ അകത്ത് ആരോ നടക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ഹൗസ് ഓണർ അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്യാണ്. അതായത് ഇവര് പോവാന്ന് പറഞ്ഞ സമയമായിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എമയോട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ എമ ഭയങ്കര ദയനീയമായിട്ട് പറയാണ്, എന്റെ കൂട്ടുകാരിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല, അതുപോലെ തന്നെ അവളെ എനിക്ക് കണ്ടുപിടിക്കണമെന്നുണ്ട്. അപ്പൊ എനിക്ക് നിൽക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം വേണം, ഒരു 2-3 ദിവസം കൂടെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുമെന്ന്. അങ്ങനെ പറയുമ്പോൾ ഈ ഹൗസ് ഓണറിന് പാവം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഹൗസ് ഓണർ എമേനെയും വിളിച്ചൊരു സ്ഥലത്ത് വരികയാണ്. അവൾക്കൊരു കുഞ്ഞു റൂം കൊടുക്കുന്നുണ്ട്. അതും വളരെയധികം തുച്ഛമായിട്ടുള്ള റെന്റിനാണ് കൊടുക്കുന്നത്, താഴെയുള്ള ഒരു റൂം. ഇതിനുശേഷം എമയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്, ആ റൂമിലുള്ള കട്ടിലിൽ. പിന്നീട് അവള് രാത്രി ഉറക്കം എണീക്കുന്നുണ്ട്. എണീറ്റ് വന്ന് ഡോറിന്റെ ഇടയിൽ കൂടെ നോക്കുകയാണ്, കാരണം അവൾ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു ലേഡി ആണെങ്കിൽ ഒരു പുരുഷനെ വാടകയ്ക്ക് എടുത്ത് റൂമിലോട്ട് പോവാണ്. അത് അവള് കാണുന്നുണ്ട്. അതും കണ്ട് നിൽക്കുമ്പോഴായിരിക്കും പിന്നിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ഹൗസ് ഓണറാണ്. ഹൗസ് ഓണർ ഇവളെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അവൾക്ക് വിശക്കുന്നില്ലേ, കൂടെ വരാമോ എന്ന് ചോദിച്ചിട്ട്. നമ്മുടെ എമയായിട്ടൊന്ന് അടുക്കാനായിട്ട് ഹൗസ് ഓണർ നോക്കുന്നതാണ്. പക്ഷേ എമ വേണ്ട, ഞാൻ പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് എമ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പുറത്ത് തന്നെ ടാക്സി ഡ്രൈവർ അവൾക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അവള് തന്നെയാണ് ടാക്സി ഡ്രൈവറിനെ വിളിച്ചു വരുത്തിയത്, കാരണം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി അന്വേഷിക്കാന്നാണ് അവള് കരുതിയിരിക്കുന്നത്. ഇവൾക്ക് ഈ സ്ഥലത്ത് വന്ന് വലിയ പരിചയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാവുന്ന ഒരാളെ വിളിച്ചുകൊണ്ട് പോയി ഒരുമിച്ച് അന്വേഷിക്കാൻ അവൾ തീരുമാനിച്ചു. അതിന് അവള് സെലക്ട് ചെയ്തത് നമ്മുടെ ടാക്സി ഡ്രൈവറിനെയാണ്. അപ്പൊ എമേനെ കാണുമ്പോൾ ഈ ടാക്സി ഡ്രൈവർ ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ, ഫുഡ് കഴിച്ചിട്ട് അന്വേഷിക്കാന്ന്. ഇത് പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഭർത്താവ് വരുന്നത്. ആരുടെ ഭർത്താവ്? എമയുടെ ഭർത്താവ് വരുന്നത്. എമയുടെ ഭർത്താവ് ഇത് കേട്ടിട്ടാണല്ലോ വരുന്നത്. ഭർത്താവ് വരുമ്പോൾ എമയാണെങ്കിൽ ഇതാണ് എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ടാക്സി ഡ്രൈവറിന് ഭർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഭർത്താവ് വന്നല്ലോ, അതുകൊണ്ട് തന്നെ ടാക്സി ഡ്രൈവർ ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. പക്ഷെ ഭർത്താവിന് യമേൻ എന്തോ ഒരു സംശയം തോന്നുകയാണ്. നിങ്ങൾ രണ്ടുപേരും എവിടെ കഴിക്കാൻ പോവാണ്? ടാക്സി ഡ്രൈവറുമായിട്ടാണോ കഴിക്കാൻ പോണെന്നൊക്കെ ചോദിക്കുമ്പോൾ യമയാണെങ്കിൽ നിന്ന് കരയാനായിട്ട് തുടങ്ങും. ഞാനും ടാക്സി ഡ്രൈവറുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് കരയാനായിട്ട് തുടങ്ങും. ഇത് കാണുന്ന ഭർത്താവിനാണെങ്കിൽ അവളോട് പാപം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവ് അവളെ സമാധാനിപ്പിച്ച് റൂമിലോട്ട് വിളിച്ചുകൊണ്ട് വരും. പക്ഷെ വേറൊരു കാര്യം ആലോചിക്കണം, അന്ന് രാത്രി യമയാണെങ്കിൽ ബോധമില്ലാതെ 2 ആൺപിള്ളേരെ അല്ലെങ്കിൽ 2 ആണുങ്ങളെ വിളിച്ച് റൂമിൽ വന്നായിരുന്നു. അത് ഈ ഭർത്താവിന് അറിയത്തില്ല. അതോടെ ഭർത്താവ് അറിയുകയാണെങ്കിൽ എന്തായാലും യമേനെ കളഞ്ഞിട്ട് പോകും. പക്ഷെ ഇപ്പൊ യമേനെ ഭർത്താവ് ഒരു സ്ഥലത്ത് വിളിച്ചുകൊണ്ടിരുത്തി സമാധാനപ്പെടുത്തുകയാണ്. അപ്പൊ യമ കൂട്ടുകാരിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂട്ടുകാരി ഇതുപോലെ 2 ആണുങ്ങളെ വാടകയ്ക്ക് എടുത്തായിരുന്നു. അതിനുശേഷം കൂട്ടുകാരിനെ കാണാനില്ല. അവന്മാര് കൂട്ടുകാരിനെ എന്തെങ്കിലും ചെയ്തോന്നൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഭർത്താവ് ഒരു പ്രശ്നം കൂടാതെ തന്നെ യമയുടെ കൂടെ നിൽക്കുകയാണ്. യമ അങ്ങനെ ചീറ്റ് ചെയ്യത്തില്ല, തെറ്റൊന്നും ചെയ്യത്തില്ല എന്ന് ഭർത്താവ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവൾ അങ്ങനെ ചെയ്തോന്ന് നമുക്ക് അറിയത്തില്ല. ഭർത്താവും
എമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസുകാരുടെ അവരുടെ ഫോണിലോട്ട് വിളിക്കുന്നത്. അങ്ങനെ അവർ പോലീസുകാർ വിളിച്ച സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ കൂട്ടുകാരി മരണപ്പെട്ടിട്ടുണ്ട്. ബോഡി കണ്ട് അത് സ്ഥിരീകരിക്കുകയാണ്. നോക്കുമ്പോൾ അത് കൂട്ടുകാരി തന്നെയാണ്. എമ്മയാണെങ്കിൽ ഇത് കണ്ട് ആകെ തകർന്നു പോവുകയാണ്. സ്വന്തം കൂട്ടുകാരി വെള്ളത്തിൽ മുങ്ങിയാണ് മരണപ്പെട്ടേക്കുന്നത്. അതിനർത്ഥം നമ്മൾ ആദ്യം കണ്ട ബോഡിയില് അത് കൂട്ടുകാരിയുടെ ആയിരുന്നു. പക്ഷെ അവൾ എങ്ങനെ മരണപ്പെട്ടു എന്ന് അറിയത്തില്ല. ഇപ്പൊ കൂട്ടുകാരി മരണപ്പെടാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, കൂട്ടുകാരിയുടെ തലയുടെ ബാക്കിൽ ഒരു അടി കിട്ടി. ആ അടി കിട്ടിയതും അവളുടെ ബോധം നഷ്ടപ്പെട്ടു പോയി. അവൾ വെള്ളത്തിൽ പോയി വീണു. എന്നിട്ട് മരണപ്പെട്ടിട്ടില്ലായിരുന്നു. വെള്ളത്തിൽ മുങ്ങിയാണ് അവൾ മരണപ്പെട്ടേക്കുന്നത്. അപ്പോ ആരോ അവളെ കൊല്ലാനായിട്ട് നോക്കിയതാണ്. ഈ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതും കേട്ടിട്ട് ഭർത്താവും അതുപോലെ തന്നെ എമ്മയും കൂടെ റൂമിൽ വന്ന് കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ഭർത്താവിന് ഉറക്കം വരുന്നില്ല. രാത്രി അങ്ങനെ ഇരിക്കുകയാണ്. എമ്മ രാത്രി ഉറക്കം എണീറ്റ് നോക്കുമ്പോൾ ഭർത്താവ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. എമ്മയുടെ കൂട്ടുകാരി മരണപ്പെട്ടു പോയതിന് ഭർത്താവ് എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? പക്ഷെ എമ്മ അതൊരു സംശയമായിട്ടൊന്നും എടുക്കുന്നില്ല. എന്തായാലും എനിക്ക് ചെറിയൊരു സംശയം തോന്നി, അയാൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന്. അതായത് ഒരു മനുഷ്യന് ഉറക്കമില്ലാതെ അങ്ങനെ ഇരിക്കണമെങ്കിൽ എന്തെങ്കിലും കാണണമല്ലോ. എന്തായാലും എമ്മയാണെങ്കിൽ ഭർത്താവിനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോൾ എമ്മയും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കണ്ട പോലീസ് ഓഫീസറും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എമ്മേനെ അങ്ങേർക്ക് വിശ്വാസമായി തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഇങ്ങനെ കേസ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരി മരണപ്പെടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഓഫീസറിന് ചെറിയൊരു കുറ്റബോധമുണ്ട്. പോകുന്ന വഴിക്ക് പോലീസ് ഓഫീസറിനോട് യമ ചോദിക്കുന്നുണ്ട് ഒന്നും കൂടെ കൂട്ടുകാരിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ മോർച്ചറിയിൽ വരികയാണ്. കൂട്ടുകാരിയുടെ ബോഡി യമ കാണാണ്. അന്നേരം യമ സങ്കടപ്പെട്ടിട്ട് പോലീസുകാരനോട് ചോദിക്കും, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കൊന്ന് തരാമോ, കൂട്ടുകാരിയായിട്ടൊന്ന് സംസാരിക്കാനാണെന്ന്. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ പതിയെ അവിടെ നിന്ന് മാറിപ്പോവാണ്. ആ നേരം നമ്മുടെ യമ എന്താ ചെയ്തതെന്ന് അറിയാമോ? കൂട്ടുകാരിയുടെ ഫോണില്ലേ ആ ഫോൺ എടുത്തിട്ട് അവളുടെ ഫേസ് ഐ ഡി വെച്ച് അത് ഓപ്പൺ ചെയ്യാണ്. അവളുടെ മുഖത്തിന് നേരെ കാണിച്ചിട്ട് അവർ ലോക്ക് അഴിക്കുകയാണ്. എന്നിട്ട് ആ ഫോൺ ഓഫ് ആക്കാതെ തന്നെ അവളുടെ ബാഗിൽ ഇടുന്നുണ്ട്. പിന്നീട് പോലീസുകാരനൊത്ത് അവൾ പോകുമ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ തൊട്ടടുത്തുള്ള ഒരു വാഷ്റൂമിൽ കയറാണ്. വാഷ്റൂമിൽ കയറിയിട്ട് അവൾ ആ ഫോൺ ചെക്ക് ചെയ്ത് നോക്കും. ഫോൺ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അന്ന് രാത്രി അവൾ ആരെയും വിളിച്ചില്ലേ, അത് മറ്റാരുമല്ല, അത് എമ്മയുടെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡിനെ വിളിച്ചിട്ടാണ് അന്ന് വഴക്ക് കൂടിയത്. ഇവൾക്കപ്പോ ഒരു സംശയം തോന്നുകയാണ്, ഇനിയിപ്പോ ഹസ്ബൻഡും അതുപോലെ തന്നെ കൂട്ടുകാരിയായിട്ട് എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോന്ന്. അത് കൂടുതൽ ഉറപ്പിക്കാനായിട്ട് അവൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്ത് നോക്കും. അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഭർത്താവും അതുപോലെ തന്നെ കൂട്ടുകാരിയും തമ്മിൽ അവിഹിതം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞിട്ട് എമ്മയാണെങ്കിൽ ആകെ തകർന്ന് അങ്ങനെ നിന്ന് പോവാണ്. അന്നേരമായിരിക്കും ഡോറിന്റെ പുറത്ത് പോലീസുകാരൻ കൊട്ടുന്നത്. കുറെ സമയമായല്ലോ വാഷ്റൂമിൽ കയറിയിട്ട്. ഇതൂടെ ആയപ്പോൾ അവള് പേടിച്ചിട്ട് അവളുടെ കയ്യിലുള്ള ഫോൺ താഴെ തെറിച്ചു പോകുന്നുണ്ട്. അത് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഇത് ഡോറിന്റെ അടുത്താണ് കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാരൻ അതങ്ങ് എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ എമ്മ ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പോലീസുകാരൻ ആ ഫോൺ നോക്കുന്നൊന്നുമില്ല. എമ്മയുടെ തന്നെ ആ ഫോൺ കൊടുക്കുകയാണ്. പക്ഷേ ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ട്. ഇപ്പൊ വീണ സമയത്ത് പൊട്ടിയതാണ്. പിന്നീട് എമ്മേനെ വിളിച്ചുകൊണ്ട് പോലീസ് ഓഫീസർ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കൂടെ തന്നെ ആ ലേഡി ഓഫീസറും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ എമേനെ ചോദ്യം ചെയ്യാണ്. ഇപ്പൊ പോലീസുകാർക്ക് ഡൗട്ട് മൊത്തം എമേനെയാണ്. എമയാണ് കൂട്ടുകാരിനെ കൊന്നേന്നാണ് അവര് പറയുന്നത്. കാരണം എമ്മയുടെ ദേഹത്ത് ഡ്രഗിന്റെ അംശം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ വന്നെന്ന് അവൾക്ക് അറിയത്തില്ല. അവള് ഡ്രഗ് എടുത്തിട്ടില്ല. ഇനിയിപ്പോ ആരെങ്കിലും അവൾക്ക് ഡ്രഗ് കൊടുത്തോന്ന് അറിയാൻ പാടില്ല. എന്നാൽ ഇവരുടെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ എമയാണ് കൂട്ടുകാരിനെ കൊന്നേന്നാണ്. കാരണം കൂട്ടുകാരിയുടെയും അതുപോലെ തന്നെ എമ്മയുടെ ഭർത്താവിന്റെയും അവിഹിതം പോലീസുകാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് അറിയത്തില്ല, പക്ഷെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യമയാണ് കൊന്നതെന്ന് പറയുമ്പോൾ യമ ആകെ തകർന്നിട്ട് അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങും. ഞാനല്ല കൊന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കും. ഈ പോലീസുകാർക്ക് കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ല യമേനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം യമയാണ് കൊന്നതെന്ന് ഇവരുടെ യാതൊരു അടയാളവും ഇല്ല, അല്ലെങ്കിൽ യാതൊരു തെളിവും ഇല്ല. പിന്നീട് യമേനെയും വിളിച്ചുകൊണ്ട് പോലീസ് ഓഫീസറാണ് യമേനെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. അവളുടെ വീടല്ല, ആ ഐലൻഡിൽ തന്നെ ഉള്ള അവൾ വാടകയ്ക്ക് എടുത്ത വീട്ടില്. അവിടെ വന്നിട്ട് അവിടുത്തെ ഓണറിന് പോലീസുകാരന്റെ ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമ്മയുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. ഇവളാണല്ലോ കൊന്നെന്ന് അവർ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എമ്മ ഈ ഐലൻഡ് വിട്ട് പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് എമ്മയുടെ പാസ്പോർട്ട് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് എമ്മയാണെങ്കിൽ കൂട്ടുകാരിയുടെ എക്സ് ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ട്. ഈ എക്സ് ഹസ്ബൻഡ് കൂട്ടുകാരിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ടുള്ള കാരണം വരെ കൂട്ടുകാരിക്ക് അവിഹിതം ഉണ്ടായിട്ടാണ്. ആരുമായിട്ട്? എമ്മയുടെ ഹസ്ബൻഡുമായിട്ട്. ഇപ്പൊ ഇത് പറഞ്ഞിട്ട് എമ്മയുടെ എക്സ് ഹസ്ബൻഡിനോട് എമ്മ ദേഷ്യപ്പെടാണ്. ഇത്രയും നാൾ നിങ്ങൾ ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എക്സ് ഹസ്ബൻഡ് ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയണ്ട, ഞാൻ അവളുടെ കാര്യം വിട്ടതാണ്, അവൾ എന്തോ ചെയ്തിട്ട്, ഇതൊന്നും എന്റെ പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് എമ്മയുടെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് എമ്മയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് നമ്മുടെ ടാക്സി ഡ്രൈവറിനെ കാണുന്നുണ്ട്. ഈ ടാക്സി ഡ്രൈവറും എമ്മയും നല്ല സുഹൃത്തുക്കളായിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. അങ്ങനെ ടാക്സി ഡ്രൈവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എമ്മേനെ സമാധാനപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എമ്മ നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ മരണപ്പെട്ടു പോയത് കൊണ്ട് വിഷമിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങരുടെ കയ്യിൽ പിടിക്കുകയാണ്. അതായത് അയാളെ സമാധാനപ്പെടുത്താനായിട്ടാണ് പിടിക്കുന്നത്. ഇതിനുശേഷം അവൾ വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്നായിരിക്കും ഫോൺ കോൾ വന്നിട്ട് അവൾ ഞെട്ടി എണീക്കുന്നത്. വിളിച്ചത് മറ്റാരുമല്ല, അവളുടെ ഹസ്ബൻഡാണ്. എന്നാൽ എവളാണെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കും, നിങ്ങളും കൂട്ടുകാരിയായിട്ട് അവിഹിതത്തിൽ ഉണ്ടായിരുന്നല്ലേ, എന്നെ നിങ്ങൾ പറ്റിക്കുമായിരുന്നോ? എങ്ങനെയൊക്കെ പറയുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ആദ്യം സമ്മതിക്കത്തില്ല. പക്ഷെ ഇങ്ങേരുടെ കള്ളത്തരം തൂക്കിയല്ലോ,
അതുകൂടെ തന്നെ അവസാനം ഇയാൾ സമ്മതിക്കുകയാണ്. എമ്മയാണെങ്കിൽ എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എമ്മയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് പോലീസുകാർ കയറി വരികയാണ്. അവർ ലേഡി പോലീസ് ഓഫീസറും അതുപോലെ തന്നെ മറ്റേ പോലീസ് ഓഫീസറും. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് എമേനെ അറസ്റ്റ് ചെയ്യാണ്. എമേനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചോദ്യം ചെയ്യുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ടാക്സി ഡ്രൈവർ ആരാണെന്നാണ്. പോലീസുകാർ അന്വേഷിച്ച് വെച്ച് നോക്കുമ്പോൾ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ വലിയൊരു ഗ്യാങ് തലവനുമായിട്ട് ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പൊ പോലീസുകാർ സംശയിക്കുന്നത് ഈ ഒരു ടാക്സി ഡ്രൈവറാണ് കൂട്ടുകാരിനെ കൊന്നത്. കൊല്ലാനായിട്ട് ഏർപ്പെടുത്തിയതോ നമ്മുടെ എമ്മയാണെന്നുമാണ്. പക്ഷെ എമ്മ പറയുന്നുണ്ട്, ഞാനല്ല, ഇതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ്, എവിഡൻസ് ഇല്ലാതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പാടില്ല എന്ന്. ഈ പോലീസുകാരുടെ എവിഡൻസ് ഇല്ല, അത് വേറൊരു പ്രശ്നമാണ്. ഇപ്പൊ എമ്മയാണെങ്കിൽ എനിക്ക് വക്കീലിനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ വക്കീല് എമ്മേനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈസി ആയിട്ട് ഊരിക്കൊണ്ട് പോവാണ്. കാരണം അവരുടെ തെളിവില്ല പോലീസുകാരുടെ. അതുകൊണ്ട് തന്നെ കേസ് ബലക്കില്ല, എമ്മയ്ക്ക് പുറത്തോട്ട് ഇറങ്ങി വരാം. എന്തായാലും വക്കീല് പോണതിന് മുമ്പ് എമ്മയോട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പോലീസുകാരിനി നിങ്ങളെ പിടിക്കാനായിട്ട് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് അമ്മ വീട്ടിൽ വരുമ്പോൾ വീടിന്റെ അകത്ത് തന്നെ ടാക്സി ഡ്രൈവർ ഇരിപ്പുണ്ട്. അവളെ കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവള് ടാക്സി ഡ്രൈവറിനെ കണ്ട് പേടിച്ചിട്ട്, നിങ്ങൾ എന്താ ഇവിടെ? എന്നോട് പോലീസുകാർ പറഞ്ഞത് നിങ്ങൾ വലിയ കൊലയാളിയാണെന്നാണ്. പക്ഷെ ടാക്സി ഡ്രൈവർ ഒരു കാര്യം പറയും. ടാക്സി ഡ്രൈവറും ആ ഒരു ഗ്യാങ് തലവനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഒരു ദിവസം ഗ്യാങ് തലവന്റെ മോനെയാണെങ്കിൽ ഇയാള് വണ്ടി തട്ടാതെ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ അതിന് നന്ദിയായിട്ടാണ് ഈ ഒരു ഗ്യാങ് തലവൻ സിറിയയിൽ നിന്ന് ടാക്സി ഡ്രൈവറിനെ ഈ ഒരു ഐലൻഡിലോട്ട് പറഞ്ഞു വിട്ടത്, പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇയാൾ ഇവിടെ വന്ന് താമസിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ പോലീസുകാര് ഇയാൾ ഗ്യാങ് തലവനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ബന്ധമില്ല. ഇപ്പൊ ഇത് എമ്മയോട് പറയുമ്പോൾ എമ്മ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് എമ്മയാണെങ്കിൽ ആ റൂമിൽ അങ്ങനെ നടക്കാണ്, ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട്. അപ്പൊ അവിടെ ഒരു കണ്ണാടി കാണുന്നുണ്ട്. ആ കണ്ണാടി കണ്ടിട്ട് അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. അതിന്റെ അടുത്ത് ചെല്ലുകയാണ്. അടുത്ത് ചെന്ന് പരിശോധിക്കുമ്പോൾ ആ കണ്ണാടിക്കുള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ ക്യാമറ വെച്ചെന്ന് അറിയാനായിട്ട് പാടില്ല. അവളാണെങ്കിൽ പതിയെ അടുക്കളയിലോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അവളുടെ ഡൗട്ട് മറ്റൊന്നുമല്ല, ഇപ്പൊ ഈ ഹൗസ് ഓണർ ആണോ ഇതിന്റെ ഉള്ളിൽ ക്യാമറ വെച്ചേക്കുന്നതെന്നാണ്. അവൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴായിരിക്കും ഹൗസ് ഓണർ അങ്ങോട്ട് വരുന്നത്. ഹൗസ് ഓണർ വന്നിട്ട് എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതാന്ന് പറഞ്ഞ് അയാളെ പറ്റിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പറയാണ്, അവളുടെ ഡേറ്റ തീർന്നു പോയിട്ടുണ്ട്, അതായത് നെറ്റ് തീർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈഫൈയുടെ പാസ്വേഡ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്ന്. അപ്പോൾ വൈഫൈയുടെ പാസ്വേഡ് എഴുതാനായിട്ട് ഇയാളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പേപ്പർ എടുത്ത് വൈഫൈയുടെ പാസ്വേഡ് എഴുതി കൊടുക്കുന്നുണ്ട്. അന്നേരം എമ്മയാണെങ്കിൽ ഇയാൾ അറിയാതെ ഇയാളുടെ താക്കോലിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു താക്കോൽ അടിച്ചു മാറ്റുകയാണ്. എന്തായാലും ആ വൈഫൈയുടെ പാസ്വേഡ് ഒക്കെ എമ്മ വാങ്ങിച്ചതിന് ശേഷം ഇവള് നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ആ വീട്ടിൽ തന്നെയുള്ള ഒരു സ്പെഷ്യൽ റൂമാണ്. ആ റൂമിന്റെ അകത്ത് അവൾക്ക് എന്താണെന്ന് അറിയണം. അതുകൊണ്ട് തന്നെ അതിന്റെ താക്കോലാണ് അവൾ അടിച്ചു മാറ്റിയത്. ഇപ്പൊ ഇയാൾ അവിടെ നിന്ന് പോയല്ലോ. അയാൾ പോയെന്ന് ഉറപ്പായതും അവൾ ആ റൂം തുറന്ന് അകത്ത് കയറുകയാണ്. അകത്ത് കയറി നോക്കുമ്പോൾ അതൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. അതിനുള്ളിൽ കുറെ അധികം കമ്പ്യൂട്ടർ സ്ക്രീനും ഉണ്ട്. അതെല്ലാം കൂടെ ചെന്ന് ഓണാക്കി നോക്കുമ്പോൾ പല റൂമിലെ CCTV ഫുട്ടേജ്. ഇത് ചെറിയൊരു ഹോട്ടൽ പോലത്തെ വീടാണ്. പല റൂമുകളുണ്ട്. ആ റൂമിൽ ഓരോ ആൾക്കാർ വന്നതും അവരുടെ റിലേഷന്റെ വീഡിയോയും എല്ലാം ഇതിനകത്ത് സേവ്ഡ് ആണ്. അപ്പൊ ഇയാളാണെങ്കിൽ, അതായത് ഹൗസ് ഓണർ ആണെങ്കിൽ, ഇവിടെ വരുന്ന ആൾക്കാരെ എല്ലാവരെയും സ്പൈ ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എല്ലാം അതിനകത്തുണ്ട്. എമ്മയാണെങ്കിൽ പതിയെ അവിടെ പോയിരുന്നിട്ട് അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നോക്കും. ആ ഒരു CCTV ചെക്ക് ചെയ്ത് നോക്കും. അതിനകത്ത് നോക്കുമ്പോൾ അന്ന് രാത്രി എമ്മയും അതുപോലെ തന്നെ ആ പുരുഷന്മാരുമായിട്ട് യാതൊന്നും നടന്നിട്ടില്ല. എമ്മ കുടിച്ച് നല്ല ബോധം പോയത് കൊണ്ട് തന്നെ എമ്മേനെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് കൂട്ടുകാരിയും അതുപോലെ തന്നെ ആ രണ്ട് പുരുഷന്മാരൂടെ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഈ മൂന്നുപേരും കൂടെ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു. അതിൽ എമ്മ ഉൾപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരിയാണെങ്കിൽ കുളിക്കാനായിട്ട് പോയി. അന്നേരം ഈ രണ്ട് പുരുഷന്മാരാണെങ്കിൽ കൂട്ടുകാരിയുടെ ഫോണും അതുപോലെ തന്നെ ബാഗും കൂടെ അടിച്ചു മാറ്റിയിട്ട് ആ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ കൂട്ടുകാരി വന്ന് നോക്കിയപ്പോൾ അവളുടെ സാധനങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് തന്നെ റൂമിന്റെ താഴെ ഇറങ്ങി ചെന്നു, അതായത് ആ വീട്ടിന്റെ താഴെ ഇറങ്ങി ചെന്നു. എന്നിട്ട് ഒരു ടാക്സി വിളിച്ചിട്ട് അവന്മാരുടെ പിന്നാലെ പോവുകയാണ് ചെയ്തത്. ഇതേ നേരം തന്നെ അവൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ, എമ്മ ഇതൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവിടുത്തെ സ്ക്രീനിൽ ഹൗസ് ഓണർ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങേരുടെ താക്കോല് മിസ്സായെന്ന് അങ്ങേരെ എങ്ങനെ മനസ്സിലാക്കിയതാണ്. അയാൾ ഉടനടി മുകളിലോട്ട് കയറി വന്നിട്ട് ഡോറിൽ കൊട്ടാനായിട്ട് തുടങ്ങും. എമ്മ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. പക്ഷെ ഡോർ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. എവളാണെങ്കിൽ പതിയെ ഡോറിന്റെ അടുത്ത് ചെന്നിട്ട് ആ ഡോറ് പെട്ടെന്ന് തന്നെ തുറക്കാണ്. എന്നിട്ട് ഡോറ് തിരിച്ചടയ്ക്കും. അങ്ങനെ തിരിച്ചടയ്ക്കുമ്പോൾ ഹൗസ് ഓണറിന്റെ തല വന്ന് ഡോറിൽ അടിക്കുന്നുണ്ട്. ഇയാളുടെ ബോധം കുറച്ചു നേരത്തേക്ക് ഒന്ന് മങ്ങിയതുപോലെ ആകുന്നുണ്ട്. മൂക്കിൽ നിന്നൊക്കെ ചോര വരികയാണ്. എവൾ എത്രയും പെട്ടെന്ന് തന്നെ ഇയാളെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഓടി പുറത്തോട്ട് പോകാനായിട്ട് നോക്കും. പക്ഷെ ഡോറ് പൂട്ടിയിരിക്കുകയാണ്. അന്നേരമായിരിക്കും ഇയാൾ വന്ന് എമേനെ പിടിക്കുന്നത്. പോലീസിനോട് പറഞ്ഞു കൊടുക്കില്ലേ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ഇവിടെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കും, അതുകൊണ്ട് തന്നെ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ വെച്ചാണ്, പോലീസിനോട് പറയില്ലേ എന്ന് പറഞ്ഞിട്ട് എമയുടെ അടുത്ത് വന്ന് അങ്ങനെ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുകയാണ്. പക്ഷെ എമയാണെങ്കിൽ ഇയാളെ പെട്ടെന്ന് തന്നെ തള്ളി മാറ്റും. ഇയാളുടെ തല ചെന്ന് അവിടെ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു, അതിൽ പോയി ഇടിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് ഇയാളുടെ ബോധം പോകുന്നുണ്ട്. ഇത് കണ്ട് എമ പേടിച്ചിട്ട് പതിയാണെങ്കിൽ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ആ ഡോറിന്റെ താക്കോൽ എടുക്കുന്നുണ്ട്. ആ താക്കോൽ എടുത്ത് ഡോറ് തുറക്കാണ്. അന്നേരം കൊണ്ട് ഇയാൾക്ക് ബോധം വന്നിട്ടുണ്ട്. പക്ഷേ ഇവൾ ഇത്
ഇതൊന്നും മൈൻഡ് ചെയ്യാതെ താഴോട്ട് ഓടി ചെല്ലുകയാണ്. താഴോട്ട് ഓടി ചെല്ലുമ്പോൾ ഇവൾ ആരോ പിടിക്കുന്നുണ്ട്. ഇവള് തിരിഞ്ഞിട്ട് മുഖം നോക്കി ഒറ്റ ഇടിയാണ്. അത് മറ്റാരുമല്ല, ടാക്സി ഡ്രൈവറാണ്. പക്ഷെ വലിയ ഇടിയൊന്നുമല്ല. അന്നേരമായിരിക്കും ഹൗസ് ഓണർ അങ്ങോട്ട് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. എമ എത്രയും പെട്ടെന്ന് തന്നെ വാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറുന്നുണ്ട്. അതുപോലെ ടാക്സി ഡ്രൈവറും എമയും കൂടെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് എമ എല്ലാ കാര്യങ്ങളും പറയും. എന്തായാലും എമയാണെങ്കിൽ ആ ഒരു CCTV ഫുട്ടേജിൽ കുറച്ച് കാറ് കണ്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരിയാണെങ്കിൽ അങ്ങോട്ട് പോയതും അതേപോലെ തന്നെ തിരിച്ചു വന്നതുമായിട്ടുള്ള CCTV ഫുട്ടേജ്. അപ്പൊ ഈ കാറുകളൊക്കെ ഓടുന്നത് ആരാ? ടാക്സിക്കാരാണ്. ടാക്സി സ്റ്റാൻഡിൽ പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ ടാക്സി ഡ്രൈവറിനെ വിളിച്ചുകൊണ്ട് ടാക്സി സ്റ്റാൻഡിൽ വരുന്നുണ്ട്. അവിടെ വന്ന് ആ ഒരു കാറിന്റെ ഉടമസ്ഥനെ തപ്പാണ്. കാരണം അവളുടെ നമ്പർ പ്ലേറ്റ് ഉണ്ട്, അത് ക്യാമറയിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ആ ഒരു ഡ്രൈവറിനെ കാണാണ്. അയാളോട് ചോദിക്കും. കൂട്ടുകാരി മറ്റെങ്ങോട്ടുമല്ല പോയത്, പോലീസ് സ്റ്റേഷനിലാണ്. അങ്ങോട്ട് പോയത് ടാക്സിയിലാണെങ്കിൽ തിരിച്ചു വന്നത് വേറൊരു കാറിലാണ്. പക്ഷെ അത് ആരുടെ കാറാണെന്ന് എമ്മയ്ക്ക് അറിയത്തില്ല. ഇപ്പൊ ഇയാള് ഉത്തരം പറഞ്ഞത് കൊണ്ട് തന്നെ ടാക്സി ഡ്രൈവർ കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. അന്നേരമായിരിക്കും അവിടുത്തെ TV-യിൽ എമ്മ കൂട്ടുകാരിനെ കൊന്നു എന്ന് പറഞ്ഞ് ന്യൂസ് വന്നിരിക്കുന്നത്. ഇപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഇവിടെ നിന്ന് പോയേ പറ്റൂ. കാരണം എമയാണെങ്കിൽ പോലീസുകാരുടെ നോട്ടപ്പുള്ളിയാണ്. ഇവരവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കുറേയധികം പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അതുപോലെ ഈ പോലീസുകാർ വന്നപ്പോൾ എമ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ആദ്യം ഇവളൊരു ഓഫീസറിനെ കണ്ടില്ലേ, അയാളുടെ കാറിലാണ് എമയുടെ കൂട്ടുകാരി തിരിച്ചു വന്നത്. അതിനർത്ഥം ഈ പോലീസുകാരൻ എമയുടെ കൂട്ടുകാരിനെ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ കാറ് കാണുമ്പോഴാണ് നമുക്ക് സംശയം വരുന്നത്. ഈ കാറിലാണ് കൂട്ടുകാരി തിരിച്ചു വന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരി ആ കാറിന് നേരെ എന്തൊക്കെ ചീത്ത വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവറും അതുപോലെ തന്നെ എമയും കൂടെ വിടത്തില്ല. രണ്ടുപേരും കൂടെ അവിടെ ഓടാനായിട്ട് തുടങ്ങും. എന്നാൽ ഇവരുടെ പിന്നാലെ തന്നെ പോലീസുകാർ ഓടുന്നുണ്ട്. ഇവർ ഓടി ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ചെല്ലുന്നുണ്ട്. അവിടെ തന്നെ കുറേയധികം വഴികളുള്ളത് കൊണ്ട് തന്നെ ടാക്സി ഡ്രൈവറും എമയും കൂടെ ഒളിച്ചൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിട്ട് വക്കീലിനെ വിവരം അറിയിക്കണം. എന്തായാലും ടാക്സി ഡ്രൈവർ ആണെങ്കിൽ എമേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ടാക്സി ഡ്രൈവർ ആണെങ്കിൽ പോലീസുകാരുടെ മുമ്പിൽ പോയി കീഴടങ്ങാണ്. ഈ നേരം കൊണ്ട് എമ അവിടെ നിന്ന് ഓടും. പക്ഷേ ആദ്യത്തെ പോലീസ് ഓഫീസർ ഇത് കാണാണ്. അങ്ങനെ എമയുടെ പിന്നാലെ ഓടുന്നുണ്ട്. എമ ഓടി നല്ലൊരു പൊക്കമുള്ള സ്ഥലത്ത് വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ വക്കീലിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോലീസുകാരനാണെങ്കിൽ എങ്ങനെയൊക്കെ എമേനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് എമേന്റെ കയ്യിൽ പിടിച്ചെറുക്കാനായിട്ട് തുടങ്ങും. ഇതേ നേരം തന്നെ നമ്മുടെ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ലേഡി പോലീസ് ഓഫീസറിനോട് കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ തേടുന്ന കൊലപാതകി മറ്റാരുമല്ല, അത് നിങ്ങളുടെ കൂടെ ഉള്ള പോലീസ് ഓഫീസറാണെന്ന്. ഇപ്പൊ ഈ ലേഡി പോലീസ് ഓഫീസർ ആണെങ്കിൽ ഓടി ടെറസിൽ വരുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? മറ്റേ പോലീസ് ഓഫീസർ നമ്മുടെ എമേനെ ഉപദ്രവിക്കുന്നു. ലേഡി പോലീസ് ഓഫീസർ തോക്കെടുത്ത് കാണിക്കുകയാണ്. ആരെ? ആ പോലീസ് ഓഫീസറിനെ. അപ്പൊ ഈ പോലീസ് ഓഫീസർ പേടിച്ചിട്ട് അവിടെ തന്നെ കല്ലുണ്ടായിരുന്നു, അതിൽ ചവിട്ടിയിട്ട് താഴെ ചെന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. താഴെ നല്ല ആഴമായിരുന്നു. അയാൾ അവിടെ ചെന്ന് വീണിട്ട് അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇതൂടെ ആകുമ്പോൾ എമ്മയാണെങ്കിൽ ആകെ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ എമ്മയുടെ കയ്യിലുള്ള കുറ്റം കൊണ്ടല്ല ഇത് സംഭവിച്ചത്. പിന്നീട് ലേഡി പോലീസ് ഓഫീസർ എമ്മേനെയും വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അവളോട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. മറ്റൊന്നുമല്ല, അന്ന് രാത്രി എമ്മയുടെ കൂട്ടുകാരി തിരിച്ചു വന്നത് ഈ പോലീസ് ഓഫീസറിന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ആ പോലീസ് ഓഫീസർ ഒരു രാത്രി കൂട്ടുകാരിയുടെ കൂടെ ഒരുമിച്ച് കഴിയാമോ എന്ന് ചോദിച്ചു. പക്ഷെ അവൾ സമ്മതിച്ചില്ല. ഈ പോലീസുകാരനെ ചീത്ത വിളിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ ഈ പോലീസുകാരൻ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായില്ല. അവളെയും വിളിച്ചൊരു സ്ഥലത്ത് പോയിട്ട് അവളെ കടലിൽ തള്ളിയിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അയാളുടെ പേരിൽ കുറേയധികം അലിഗേഷൻസ് ഉണ്ട്. ഇവിടെ വന്ന കുറേയധികം പെൺപിള്ളേരെ അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കുറേയധികം കംപ്ലൈന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അയാളാണ് കൊന്നതെന്ന് ഈ പോലീസുകാർ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പോലീസ് കേസൊക്കെ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ എമ്മയുടെ പാസ്പോർട്ടൊക്കെ കൊടുത്തതിന് ശേഷം എമ്മേനെ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. എമ്മ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ തന്നെ അവളെ കാത്തുകൊണ്ട് ടാക്സി ഡ്രൈവർ അവിടെ നിൽപ്പുണ്ട്. എമ്മ ഓടിച്ചെന്ന് ടാക്സി ഡ്രൈവറിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കാരണം അവളെ ഈ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചത് ടാക്സി ഡ്രൈവർ അല്ലേ. അങ്ങനെ എമ്മയാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനു ശേഷം അവളുടെ വീട്ടിൽ തിരിച്ചു വരുന്നുണ്ട്. അവളുടെ സ്വന്തം വീട്ടിൽ ഐലൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവളുടെ സ്വന്തം രാജ്യത്തിലുള്ള സ്വന്തം വീട്ടിൽ വരുന്നുണ്ട്. അവിടെ തന്നെ ഹസ്ബൻഡും മോളും ഉണ്ട്. ഹസ്ബൻഡ് ആണെങ്കിൽ പഴയ അവിഹിത ബന്ധമൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ എമ്മയെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എമ്മയോട് നമുക്കെല്ലാം പഴയതുപോലെ ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല. അവളുടെ കാറിന്റെ താക്കോല് ഈ ഹസ്ബൻഡിന്റെ ഉണ്ട്. അപ്പൊ ആ താക്കോൽ എവിടാണെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് അയാളുടെ ജാക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ പോയി നോക്കാൻ പറയും. എമ്മയാണെങ്കിൽ അത് തപ്പാനായിട്ട് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ചെന്ന് നോക്കും. ഇയാളുടെ കോട്ടിന്റെ പോക്കറ്റിൽ നോക്കുകയാണ്. അതിൽ നോക്കുമ്പോൾ അതിൽ നിന്ന് കാർക്കി കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒരു മുത്തുമാല കൂടെ കിട്ടുകയാണ്. ഒരു മാലയുടെ മുത്ത്. ആ മുത്ത് മറ്റൊന്നുമല്ല, അവൾ അവളുടെ കൂട്ടുകാരിക്ക് കൊടുത്ത മുത്താണ്. ഇതാകുമ്പോൾ അവൾക്ക് ഹസ്ബൻഡിനെ സംശയം തോന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അവള് ഞാൻ ഇപ്പൊ വാഷ്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വാഷ്റൂമിൽ കയറുകയാണ്. ആ ലേഡി പോലീസ് ഓഫീസറിനെ വിളിക്കുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്റെ ഹസ്ബൻഡാണ് ഇതിന്റെ പിന്നിലെന്നാണ് എനിക്ക് തോന്നിയെന്ന്. അപ്പോഴായിരിക്കും ഹസ്ബൻഡ് ഡോറിന്റെ പുറത്ത് നിന്ന് കൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ കാര്യം പറയാനായിട്ട് പറ്റില്ല. അവള് ഫോൺ കട്ട് ചെയ്യാതെ തന്നെ അവളുടെ കയ്യിൽ വെക്കുന്നുണ്ട്. അവള് പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. ഹസ്ബൻഡ് ഒത്തൊരു സ്ഥലത്ത് പോയിരുന്ന് കോഫി കുടിക്കുകയാണ്. അന്നേരം അവള് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണല്ലേ എന്റെ കൂട്ടുകാരിയെ കൊന്നതെന്ന്. അപ്പൊ ഇയാൾ ആദ്യം ഒന്ന് പതുകാനായിട്ട് തുടങ്ങും. അവസാനം ഇയാൾ കുറ്റബോധപ്പെട്ടിട്ട് സത്യം പറയാനായിട്ട് തുടങ്ങുകയാണ്. അന്ന് രാത്രി ഇയാൾ കൂട്ടുകാരിനെ കുറെ തവണ വിളിച്ചു. ഇവർ രണ്ടുപേരും റിലേഷനിലാണല്ലോ. പക്ഷെ കൂട്ടുകാരി ഫോൺ എടുത്തില്ല. എടുക്കുന്ന സമയത്തെല്ലാം ഇയാളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. കൂട്ടുകാരി ആ റിലേഷൻ മുമ്പോട്ട്
മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇയാളാണെങ്കിൽ കൂട്ടുകാരിനെ കാണാനായിട്ട് ആ ഒരു റൂമിന്റെ താഴെ ചെന്നു. അതിന്റെ മുകളിൽ എമ്മ ഉറങ്ങിക്കിടപ്പുണ്ട്. പക്ഷേ അന്ന് കൂട്ടുകാരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇയാളെ കണ്ടായിരുന്നു. അങ്ങനെ ഇയാളും അതുപോലെ തന്നെ കൂട്ടുകാരിയും കൂടെ കടൽ തീരത്ത് പോയി സംസാരിക്കാനായിട്ട് തുടങ്ങി. അവിടെ വെച്ച് ഈ കൂട്ടുകാരിയും അതുപോലെ തന്നെ ഇയാളും വഴക്കായി. ഇയാൾക്ക് കൂട്ടുകാരിയായിട്ട് ഒത്തു ജീവിക്കണം, പക്ഷെ കല്യാണം കഴിക്കാനായിട്ട് വയ്യ, ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകണം, അവിഹിതം കൊണ്ടുപോകണം. പക്ഷെ കൂട്ടുകാരി അത് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഇത് കൂട്ടുകാരി പറഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യമായി. ഇയാൾ എന്താ ചെയ്യുന്നത്? കൂട്ടുകാരിനെ നോക്കി ഒറ്റ അടിയാണ്. ആ അടിയിൽ കൂട്ടുകാരി കടലിൽ പോയി വീണു. പക്ഷെ ഇയാളെ രക്ഷിക്കാനായിട്ട് നിന്നില്ല. ഹസ്ബൻഡ് അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്തത്. അങ്ങനെ കൂട്ടുകാരി ആ വെള്ളത്തിൽ മുങ്ങിയാണ് മരണപ്പെട്ടത്. ഇയാൾ ഈ സത്യം നമ്മുടെ എമ്മയോട് പറയും. എമ്മ ഇത് കേട്ട് ആകെ ഷോക്കായി നിന്ന് പോവാണ്. ഞാനിത് പോലീസിനോട് പറഞ്ഞു കൊടുക്കുന്ന എമ്മ പറയുമ്പോൾ ഹസ്ബൻഡ് കാല് പിടിക്കുന്നുണ്ട്. പറയല്ലേ, നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകും, നിന്റെ മോൾക്ക് ഒരു അച്ഛൻ ഇല്ലാതാവും, അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറയുമ്പോൾ ആൾറെഡി പോലീസുകാർ ഇത് കേട്ട് കഴിഞ്ഞു. കാരണം മറ്റൊന്നല്ല, ഇവള് നേരത്തെ ലേഡി പോലീസ് ഓഫീസറിനെ വിളിച്ചില്ലായിരുന്നു, ആ സമയത്ത് ഫോൺ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് കാണുമ്പോൾ ഹസ്ബൻഡിന് ദേഷ്യം വരും. ഇങ്ങേര് വന്നിട്ട് നമ്മുടെ എമേനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. പക്ഷെ എമ വിടത്തില്ല, മൂക്ക് നോക്കി ഒറ്റ കുത്താണ്. അതുപോലെ തന്നെ അയാളുടെ താഴെ ഭാഗത്തൂടെ ഇട്ട് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതോടെ ആയപ്പോൾ അയാൾ ആകെ തളർന്ന് താഴെ വീഴാണ്. ഇനി എണീക്കാനായിട്ട് പറ്റത്തില്ല. അന്നേരം നമ്മുടെ എമയാണെങ്കിൽ അവളുടെ കുട്ടീനെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട്. പുറത്തോട്ടിറങ്ങി പോകുന്ന സമയത്ത് കുറേയധികം പോലീസുകാർ ആ വീട്ടിന്റെ പുറത്തുകൂടെ അങ്ങനെ പോകുന്നുണ്ട്. അതിനർത്ഥം ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം, ആ പോലീസുകാരനല്ല കൂട്ടുകാരിനെ കൊന്നത്. പക്ഷെ പോലീസുകാർക്ക് ആ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ അല്ലെങ്കിൽ CCTV നോക്കിയപ്പോൾ പോലീസ് ഓഫീസർ ആയിട്ടാണ് തോന്നിയത്. എന്നാൽ അത് പോലീസ് ഓഫീസർ അല്ലായിരുന്നു, അയാൾ മരണപ്പെട്ടു പോയല്ലോ. അതിന്റെ പിന്നിലെല്ലാം ഈ ഹസ്ബൻഡ് ആയിരുന്നു. അത് അവസാനം അവർക്ക് മനസ്സിലായി. എന്തായാലും എമ്മ ഇനി നല്ലൊരു ജീവിതം തുടങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നടന്നു പോകുന്നതായിട്ട് കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.